ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ്. ഹരാരയിൽ നമ്മുടെ ടീം ഇന്ത്യ 4ാം T20 വിജയിച്ച് പരമ്പര നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യശസ്വി ജയ്സ്വാളിന്റെ വെടിക്കെട്ട് തന്നെയായിരുന്നു ഇന്ന് ഹരാരയിൽ നമ്മൾ കണ്ടത്. 53 പന്തുകളിൽ നിന്ന് 93 റൺസാണ് യശസ്വി ജയ്സ്വാൾ അടിച്ചെടുത്തത്. ഒപ്പം ക്യാപ്റ്റൻ ഗിൽ 38 പന്തിൽ നിന്ന് 58 റണ്ണും. ടീം ഇന്ത്യ 10 വിക്കറ്റിനാണ് വിജയിച്ചത്. ഒരു ഘട്ടത്തിലും സിംബാബ്വേയുടെ ബോളേഴ്സിന് ടീം ഇന്ത്യയുടെ ബാറ്റിംഗിൽ സമ്മർദ്ദം ചെലുത്താനായില്ല. പ്യുവർ ഡോമിനേറ്റിംഗ് തന്നെയാണ് ഇന്ന് ടീം ഇന്ത്യ കാഴ്ചവെച്ചത്. അപ്പോൾ ഗൈസ്, നമുക്ക് സ്കോർ കാർഡിലേക്ക് കിടക്കാം. സിംബാബ്വെ ഉയർത്തിയ 152, 152 എന്ന ടോട്ടൽ ഇന്ത്യ മറികടന്നത് വെറും 15.2 ഓവറിലാണ്. ഒരു വിക്കറ്റ് പോലും സിംബാബ്വെ ബോളേഴ്സിന് ഇന്ത്യക്കെതിരെ എടുക്കാൻ സാധിച്ചില്ല. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെയുടെ ഇന്നിംഗ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ തുടക്കത്തിൽ ഓപ്പണിംഗ് നന്നായി തുടങ്ങി. മധുവിര 25 റണ്ണാണ് അദ്ദേഹം നേടിയത് 24 ബോളിൽ നിന്ന്. ശിവൻ ദൂബെ ആണ് ബോൾ ചെയ്തത്. അടുത്തതായി ടി മറുവാണി 32 റൺസാണ് അദ്ദേഹത്തിന് നേട്ടം 31 പന്തിൽ നിന്ന്. ബ്രയാൻ ബെന്നറ്റിന് 14 ബോളിൽ നിന്ന് 9 റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റസ 28 ബോളിൽ നിന്ന് 46 റൺസാണ് അദ്ദേഹം നേടിയത്. ജോണതൻ കംപ ആവട്ടെ 3 റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചു. അങ്ങനെ പോകുന്നു സിംബാബ്വേയുടെ ഇന്നിംഗ്സ്. അങ്ങനെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസാണ് സിംബാബ്വെ നേടിയത്. ഇന്ത്യയുടെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഖലീൽ അഹമ്മദ് 4 ഓവറിൽ 32 റൺസ് വാങ്ങി 2 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. തുഷാർ ദേശ്പാണ്ഡെ ആവട്ടെ 3 ഓവറിൽ 30 റൺസും വഴങ്ങി 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. രവി ബിഷ്ണോയ് 4 ഓവറിൽ 22 റൺസ് മാത്രമേ അദ്ദേഹം വിട്ടു നൽകിയുള്ളൂ. വാഷിംഗ്ടൺ സുന്ദർ 4 ഓവറിൽ 32 അഭിഷേക് ശർമ്മ 3 ഓവറിൽ 20 റണ്ണും. ഫസ്റ്റ് ഇന്റർനാഷണൽ വിക്കറ്റാണ് നമുക്ക് അഭിഷേക് ശർമ്മ എടുത്തത്. 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. ശിവൻ ദൂബെയും 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 2 ഓവറിൽ 11 റൺസ് മാത്രമേ അദ്ദേഹം വിട്ടു നൽകിയുള്ളൂ. ഇനി നമുക്ക് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് പരിശോധിക്കുകയാണെങ്കിൽ ആകെ 2 ബാറ്റ്സ്മാൻമാർക്ക് ഇന്ന് കളിക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം 1 വിക്കറ്റ് പോലും സിംബാബ്വെക്ക് എടുക്കാൻ സാധിച്ചില്ല. യശസ്വി ജയ്സ്വാൾ 53 പന്തുകളിൽ നിന്ന് 93 റൺസാണ് അദ്ദേഹം നേടിയത്. 13 ഫോറുകളും 2 സിക്സറാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. 175 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. അടുത്തതായി നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 31 പന്തുകളിൽ നിന്ന് 58 റൺസാണ് അദ്ദേഹത്തിന്റെ നേട്ടം. 6 ഫോറും 2 സിക്സറും ആണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. 148 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് തന്നെ പറയാം നമ്മുടെ ടീം ഇന്ത്യ. ഇതോടുകൂടി ടീം ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു. പരമ്പര ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3-1 എന്ന സ്ഥിതിയിലാണ്. ഇനി അവസാന ഒരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഗൈസ്, ആ മാച്ചിനായി കാത്തിരിക്കാം. സോ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലു ക്രിക്കറ്റ് വേൾഡ്.